വാട്സപ്പ് വ്യൂവേഴ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 6 അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ സ്മെൽറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോ കിടക്കാം. ആദ്യം ഗൈസ് ഇങ്ങനെ 2 കുഴി ഒഴിച്ച് അതിൽ നമ്മളിങ്ങനെ ചെസ്റ്റ് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഇപ്പുറം കുഴിക്കണം. നിങ്ങൾ എത്ര ഹോപ്പറാണ് വെക്കണത് അതിനുള്ള കുഴി ഒഴിക്കണം. ഞാൻ അപ്പോൾ 15ആണ്. അപ്പോൾ അതിന് വേണ്ടി 15 ബ്ലോക്ക് ഇങ്ങനെ മാറ്റണം. ഒരു കേസ് ഈ ചെസ്റ്റ് കണക്ട് ചെയ്ത് ഇങ്ങനെ 15 ഹോപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫർണസ് എടുക്കുക. എന്നിട്ട് ഈ എല്ലാ ഹോപ്പറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഫർണസ് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ 15 ഇങ്ങനെ മേലെ കൂടെ ഈ ഫർണസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്താൽ ഈ ഹോപ്പർ വേണം, അല്ലെങ്കിൽ സാധനം ഇവിടെ കിട്ടില്ലെന്ന് കണ്ട സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ഇവിടെ 15 ഹോപ്പർ ഇങ്ങനെ ഹോപ്പറല്ല ഫർണസ് വെച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഫർണസിൻ്റെ ബാക്കിലേക്ക് വരാം. ഈ ഫർണസിനെ ബാക്കിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഹോപ്പർ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഈ 15 എണ്ണത്തോളം ഇങ്ങനെ ഹോപ്പർ വെച്ച് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫർണസിൻ്റെ മേലിലും ഞാൻ ഈ വീഡിയോ കാട്ടുന്ന പോലെ തന്നെ ഹോപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 15 എണ്ണം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടപ്പോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ലാബ് നല്ല സ്റ്റെയർ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇപ്പുറം തന്നെ ഇവിടെ ഒരു സ്ലാബ് ഇവിടെ ഒരു ആദ്യം ഒരു ഫുൾ ബ്ലോക്കിന് വെച്ച് കൊടുക്കണം. ഒരു നോർമൽ എന്തെങ്കിലും ബ്ലോക്ക് എടുത്തിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ഇങ്ങനെ 1 2 3 വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് സ്ലാബും കൂടി വെച്ച് കൊടുക്കണം. അവിടെ ഒരു വലിയ ബ്ലോക്ക് വെക്കുക, അതിൻ്റെ മേലിൽ ഒരു സ്ലാബ് വെക്കുക, എന്നിട്ട് ഇവിടെ ഇട്ടൊരു ബ്ലോക്ക് വെക്കുക, ഇവിടെ കവറാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ 2 ബ്ലോക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഇട്ടിങ്ങനെ 2 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇതിവിടെ ഒരു ഇങ്ങനെ ഉണി വെച്ചാൽ ഇവിടുത്തത് സെറ്റ് ഇവിടെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞ് റെഡ് സ്റ്റോണിൻ്റെ ഒരു അടിയാണ് കാണിച്ചു തരാം. പവർ റെയിലെടുത്ത് ഫസ്റ്റ് വെക്കുക. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് സാധാരണ ഒരെണ്ണം വെക്കുക. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പവർ റെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റെത്തുമ്പോൾ അവിടെ ഒരു നോർമൽ റെയിൽ വെച്ചിട്ട് വീണ്ടും ഒരു പവർ റെയിൽ വെക്കാം. ഈ തെറ്റി ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ നോർമൽ റെയിൽ വെക്കാം. എന്നിട്ട് ഇവിടെ പവർ റെയിൽ. ഓക്കെ, ഇതേപോലെ തന്നെ അടിയിലും സെറ്റ് ചെയ്യണം. ഇവിടെ ഒരു പവർ റെയിലൊക്കെ എന്താണ് സെറ്റ് ആയിട്ട് കേസ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ കേസ് നമ്മൾ വിജയകരമായി റെയിലിൻ്റെ പണി തീർച്ചയായിട്ടും ഇവിടെ എങ്കിലും വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് എടുത്ത് വെച്ചോളാം. ഓക്കെ, ഇനി എന്താണെന്ന് കാണിച്ചു തരാം കേസ്. എന്നിട്ട് ഇതേപോലെ 2 മൈൻക്രാഫ്റ്റ് എടുത്ത് ജസ്റ്റ് 2 സൈഡിലും വെച്ച് കൊടുക്കാം. ഈ അടിയത്തിൽ ഫ്യൂവലും മേലേത്തിൽ നമ്മൾ ഇതാക്കേണ്ട സാധനം വെക്കേണ്ടത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ സ്റ്റോണിൻ്റെ കുറച്ച് വെച്ചേക്കാം. ഇവിടെ 2 കൊടുത്തു അതിട്ട്. ഓക്കെ, ഈ റെഡ് സ്റ്റോൺ ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് സെൻട്രൽ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചാൽ 2 കൊടുത്ത് ആവശ്യം കിട്ടിപ്പോകും. ഗൈസ്, എന്തായാലും ഞാൻ എക്സാമ്പിൾ കട്ട് ഇതിനുള്ളിൽ നമ്മളെ ചൂടാക്കേണ്ട സാധനം വെക്കാം. ഞാൻ ഇവിടെ ഇത് ഫുഡ് വെച്ചിട്ടുണ്ട്. കണക്ഷൻ ചെയ്തിട്ട് ഈ ലിവർ ഫ്രണ്ടിലേക്കാക്കാൻ ലിവർ പൊട്ടിക്കാം. പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ചെറുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലിലായിട്ട് ഒരു റെഡ് സ്റ്റോൺ ടെസ്റ്റ് വെച്ച് കൊടുക്കണം.
എന്നിട്ട് ഫ്രണ്ടിൽ ലിവറച്ചാൽ മതി. ലിവർ എടുക്കുക, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇട്ട് ലിവറാക്കാം. ഓണാക്കിയാൽ ഓക്കെ കണ്ട കത്തുന്നു. ഓക്കെ, സാധനം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ട്യൂട്ടോറിയലിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ട്യൂട്ടോറിയൽ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.